ഇന്ന് രാവിലെ മുതൽ ഇവിടെ തോരാത്ത മഴയായിരുന്നേ. മനസ്സിൽ ഒരു പേടിയും ബുദ്ധിമുട്ടുമൊക്കെ എനിക്ക് തോന്നി. മഴയെ ഒരു പേടിയായി തോന്നിയപ്പോൾ വയനാട്ടിലെ ജനങ്ങളുടെ അവസ്ഥയായിരുന്നു ഞാൻ ചിന്തിച്ചത്. വേറൊന്നുമല്ല, നമ്മൾ മലയാളികളെ പറ്റി തന്നെ. നമ്മൾ മലയാളികൾ അടിപൊളിയാണല്ലേ. കാരണം ഈ റെസ്ക്യൂയിങ് ഗ്രൂപ്പും ഓരോ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസും നമ്മൾ ഒന്നായി പ്രവർത്തിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഐ ആം റിയലി പ്രൗഡ് ടു ബി എ മലയാളി. കാര്യം കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമെങ്കിലും കൂട്ടത്തിലൊരാൾക്കൊരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെന്ന് ഒറ്റക്കെട്ടാണ് അല്ലേ. 2018 പ്രളയം വന്നപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമ്മൾ മലയാളികൾ എന്നും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് മറന്നിട്ടല്ല കേട്ടോ. കർണാടകയിലെ മണ്ണിനടിയിൽ പെട്ടുപോയ അർജുന് എന്ന അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഓരോരുത്തരും വളരെയധികം പരിശ്രമിക്കുന്നുണ്ടല്ലേ. ശരിക്കും കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന ലേബല് അർഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പിന്നെ എല്ലായിടത്തും നല്ലതും മോശവും കാണുമല്ലോ. അതുപോലെ സഹായിക്കാൻ വരുന്നവരെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അത് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അല്ലേ. പിന്നെ എല്ലായിടത്തും നല്ലതും മോശവും കാണുമല്ലോ. അതുപോലെ സഹായിക്കാൻ വരുന്നവരെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അത് നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ. അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യമൊന്നും അല്ല തോന്നിയത്, ഒരുതരം പുച്ഛമാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലും അവർക്കൊന്നും നന്നായി ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് കഷ്ടം തോന്നുന്നുണ്ട്. സഹായിക്കാൻ മനസ്സില്ലെങ്കിലും സഹായം ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത് തന്നെ ഒരുതരം സഹായമല്ലേ. അപ്പോൾ വലുതെന്നോ ചെറുതെന്നോ കരുതാതെ എല്ലാവരും നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങളുമായി മുന്നോട്ട് വരണം. നമുക്ക് ഒന്നായി നിന്ന് പോരാടാം. ഇത് നമ്മൾ അതിജീവിക്കും.